പറഞ്ഞു ഇറങ്ങി എടാ നീയല്ലേ ഉള്ളൂ നീ വണ്ടിക്ക് പട്ടാഴി നാട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഏകയുള്ള ബസ് സർവീസാണ് താണ്ടി വന്ന് നിൽക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലിക്കാരും പോകുന്ന ഏക ഒരു ബസ്. ഈ ബസ്സിന് ഒരു മാസത്തിൽ 4 തവണയാണ് അള്ളു വെച്ചത്. 4 അല്ല 6 തവണയാണ് അള്ളു വെച്ചിരിക്കുന്നത്. അള്ളു വെച്ച് ഈ വണ്ടി പഞ്ചറായിട്ട് പല വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെയും അതുപോലെ തന്നെ ജോലിക്കാർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. പ്രദീപ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം അല്ലേ? നമ്മളിപ്പം ആദ്യത്തോട്ടം ഇത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം മറ്റേ അന്നേരം സംഭവിച്ചാന്ന് വിചാരിച്ചു. 2 വട്ടമായി 3 വട്ടമായി 4 വട്ടമായി 5 വട്ടമായി 6 വട്ടമായി എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മൾ ട്രിപ്പ് എടുക്കുമ്പോഴാണ് നമുക്ക് അള്ളു കയറി ഫസ്റ്റ് ട്രിപ്പ് അങ്ങ് മറന്നു തുടങ്ങി. ഒരു വട്ടം 5 വട്ടം നമ്മൾ ടയർ പഞ്ചറായി, ഒരു വട്ടം ടയർ പൊട്ടിപ്പോയി. ആ ടയറിൽ നമ്മൾ കൊള്ളാതെ ആ ഒരു ഇതായി. ഇന്നലെ ഏകദേശം 50,000 ചിലവായി. 50,000 ചിലവായി. അന്ന് 2 ടയർ മാറിയപ്പോൾ 50,000 രൂപ. അതുകൂടാതെ ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ വണ്ടി വീണ്ടും ഇതേ സെയിം സ്ഥലങ്ങളിൽ കയറി പഞ്ചറായി. ആ സാധനം നമ്മുടെ ഇരിപ്പുണ്ട്. ആ സാധനം നമ്മുടെ ഇരിപ്പുണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കണം, ഈ പല പ്രൈവറ്റ് ബസ്സുകളും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പല മുതലാളിമാരും ഈ ജോലിക്കാരെ പട്ടിണിക്കാക്കണ്ടെന്ന് ചൊല്ലി കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ഇപ്പോഴും ഈ പറയുന്ന ഇവരെ പോറ്റുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രദീപ് എൻ്റെ അടുത്ത് പറഞ്ഞത് 3000 രൂപ മുതലാളി ഇങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ ബസ് ഓടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ നഷ്ടം സഹിക്കുന്നതിന്റെ പുറത്ത് കൂടാതെ ഏതോ പരമനാറികൾ ഇതിന് അള്ളു വെക്കുകയാണ്. അള്ളു വെക്കുന്നത് പറഞ്ഞാൽ 1 വട്ടമല്ല 2 വട്ടമല്ല, ഇത് 6ാം തവണയാണ് ഇതിനത് അള്ളു വെക്കുന്നത്.